റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക കേട്ടോ. നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആക്കാം. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ സറൗണ്ടിങ്സിനെയൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. വാട്ട് ഓൾ തിങ്സ് ഹാപ്പൻ ഇൻ മൈ സറൗണ്ടിങ്സ്. എന്തൊക്കെ സാധനങ്ങളുണ്ട്, എന്തൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നു. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ സറൗണ്ടിങ്സിൽ നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങളെ ഒന്ന് ഫോക്കസ് ചെയ്യാം. എന്തൊക്കെ ശബ്ദങ്ങളാണ് ഞാൻ എൻ്റെ സറൗണ്ടിങ്സിൽ കേൾക്കുന്നത്, അതിനെ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ ബോഡിയിൽ ഏതെങ്കിലും പാർട്ടിൽ എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിനെയൊക്കെ റിലീസ് ചെയ്യാം. റിലീസ് ഓൾ ദ ടെൻഷൻസ് ഫ്രം യുവർ ബോഡി. ആൻഡ് സ്ലോലി നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ശ്വാസത്തിനെ എടുത്തു വിട്ടുകൊണ്ടിരിക്കാം. ജസ്റ്റ് ബി അവെയർ ഓഫ് യുവർ ബ്രെത്ത്. ശ്വാസത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാം. സ്ലോലി ക്ലോസ് യുവർ ഐസ് ആൻഡ് ഫോക്കസ് ഓൺ യുവർ ബ്രെത്ത്. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. പതിയെ നിങ്ങൾക്ക് ശ്വാസം എടുത്തു വിടാം. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. Breathe in. Hold on and breathe out. ഓരോ ശ്വാസം എടുത്തു വിടുമ്പോഴും നിങ്ങൾ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആകുന്നുണ്ട്. വളരെ സാവധാനം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരഭാഗങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകാം. നിങ്ങളുടെ കാലുകൾ, കൈകൾ, ഷോൾഡേഴ്സ്, ശരീരത്തിന്റെ പുറം ഭാഗം, ഓരോ ശരീരഭാഗത്തിലേക്കും ശ്രദ്ധ കൊടുക്കുമ്പോൾ അവിടം കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആകുന്നതായി നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ കാല് മുതൽ തല വരെ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആകുന്നുണ്ട്. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിനെ നിങ്ങളുടേതായ താളത്തിലേക്ക് കൊണ്ടുവരാം.
നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും ഇപ്പോൾ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. വളരെ സാവധാനം നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലേക്ക് ശ്രദ്ധിക്കാം. എന്നിലേക്ക് വരുന്ന ചിന്തകളെ നിരീക്ഷിക്കാം. ഓരോ ചിന്തയെയും എന്നിലേക്ക് വരുന്നതിനനുസരിച്ച് അവെയർ ആവാം. പതിയെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരുന്ന ചിന്തകളുടെ എണ്ണം കുറയുന്നതായി മനസ്സിലാക്കാം. ഓരോ ചിന്തയെയും ജസ്റ്റ് ബൈ എന്ന് പറയുമ്പോൾ അത് വാനിഷ് ആകുന്നതായി ഇമാജിൻ ചെയ്യാം. എന്നിലേക്ക് വരുന്ന പലതരം ചിന്തകളെ എനിക്ക് ഒബ്സർവ് ചെയ്യാം. ലൈക്ക് ആൻ ഔട്ട്സൈഡർ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ ഒബ്സർവ് ചെയ്യാം. പതിയെ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ചിന്ത കൊണ്ടുവരാം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഒഴുകി വരുന്നുണ്ട്. ഇറ്റ് ഓവർഫ്ലോസ്. Like a river, it is flowing and flowing. ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ കാഴ്ച, കേൾവി, ഈ ഒരു മൊമെന്റ്, ഇതെല്ലാം നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ആണ്. യു ആർ ബ്ലെസ്ഡ് വിത്ത് many things. ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ബോഡിയിൽ കംപ്ലീറ്റ്ലി സ്പ്രെഡ് ആകുന്നതായി ഇമാജിൻ ചെയ്യാം. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും ഗ്രാറ്റിറ്റ്യൂഡ് സ്പ്രെഡ് ആകുന്നുണ്ട്.
Just visualize that the light of gratitude is spreading all over your body. നിങ്ങളുടെ കാലുകൾ മുതൽ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലൂടെയും നിങ്ങളുടെ തല വരെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ലൈറ്റ് സ്പ്രെഡ് ആകുന്നതായി വിഷ്വലൈസ് ചെയ്യാം. ഓരോ ബോഡി പാർട്ടിലേക്കും ലൈറ്റ് സ്പ്രെഡ് ആകുമ്പോൾ നിങ്ങളുടെ കോശങ്ങളെല്ലാം എനർജൈസ്ഡ് ആകുന്നതായി നിങ്ങൾ അറിയുന്നു. ഓരോ ശരീരഭാഗങ്ങളിലേക്കും ഗ്രാറ്റിറ്റ്യൂഡിന്റെ ലൈറ്റ് സ്പ്രെഡ് ചെയ്യാം. You are now completely in the light of gratitude. നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു. You just repeat, thank you. Feel and say thank you for all the blessings. Very good. Now നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ താങ്ക് യു പറയാം. I thank myself for the step. ഈ ഒരു സ്റ്റെപ്പ് എടുത്തതിന് ഞാൻ എന്നോട് താങ്ക് യു പറയുന്നു. Thank you to myself. And now നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്ററിനോട് താങ്ക് യു പറയാം. I thank my Creator for all the blessings. I thank my Creator for all the blessings. എനിക്ക് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എൻ്റെ സൃഷ്ടാവിനോട് നന്ദി പറയുന്നു. You just feel the gratitude and slowly നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ശ്വാസം എടുത്തു വിടാം. Take a deep breath in. Hold on and breathe out. Take a deep breath in. Hold on
Breathe out. Once again, take a deep breath in. Hold on and breathe out. പതിയെ ശ്വാസം എടുത്തു വിടാം. Breathe in, breathe out. Breathe in, breathe out. Breathe in and breathe out. ഡീപ്പായിട്ട് ശ്വാസം എടുത്തു വിടാം. You just take deep breath. And slowly നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാം. Slowly open your eyes and come back. തിരിച്ചെത്തിയിട്ടുള്ള ആളുകൾ ജസ്റ്റ് ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം കേട്ടോ. കൈകളും ബോഡിയും ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. സോ തിരിച്ചെത്തിയിട്ടുള്ള ആളുകളൊക്കെ ചാറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തേ, ഹൗ വാസ് ദ മെഡിറ്റേഷൻ? ഞാൻ പറയുന്നത് ഓഡിബിൾ അല്ലേ? ഓക്കെ, നൈസ്, സൂപ്പർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ എനിവേ ഞാൻ ജസ്റ്റ് ഒരു ഗ്ലിംസ് ഷെയർ ചെയ്യാം. നമ്മൾ ഇന്നലെയും ഇന്നുമായിട്ട് ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് പോയിട്ടുള്ളത്. വിച്ച് മീൻസ് നമ്മൾ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആകുന്നുണ്ട് ആൻഡ് വി ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ദ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ്. ഞാൻ ഒരുപാട് മെഡിറ്റേഷൻസിലും ഒരുപാട് സെഷൻസിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, അല്ലെ? വിച്ച് മീൻസ് നമ്മൾക്ക് ഓൾറെഡി ഉള്ള ബ്ലെസ്സിങ്സിന് നമുക്ക് എന്ത് ചെയ്യാം? താങ്ക് യു പറയാം. ഇനി ഞാൻ ജസ്റ്റ് ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങൾക്കും നിങ്ങൾക്ക് താങ്ക് യു പറയാം. എങ്ങനെയെന്നല്ലേ? ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യണം എന്നുണ്ട്. ഓക്കെ, എൻ്റെ ഒരു ഡ്രീമാണ്. അപ്പം നൗ ഐ ഡോണ്ട് ഹാവ് ഇറ്റ്, എൻ്റെ കയ്യിൽ അത് ഇപ്പം ഇല്ല. പക്ഷെ എനിക്കത് അതിയായ ആഗ്രഹമുണ്ട്. എൻ്റെ എന്താ പറയാ, സോളിൽ നിന്നുള്ള, ഹാർട്ടിൽ നിന്നുള്ള ഒരു ആഗ്രഹമാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഓൾറെഡി എനിക്ക് ആ ഒരു സാധനം ഞാൻ അച്ചീവ് ചെയ്തതായിട്ട് ഫീൽ ചെയ്തിട്ട് താങ്ക് യു പറയുന്നു. ഓക്കെ, ഇത് നമ്മൾ ഒരു യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. നമ്മൾ വിഷ്വലൈസേഷൻ പോലെ ഒരു ടെക്നിക്കാണ് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളത്. വിച്ച് മീൻസ് എനിക്ക് കിട്ടാനുള്ള കാര്യങ്ങൾക്കും ഞാൻ താങ്ക് യു പറയാം. ഓക്കെ, അപ്പൊ അത് ഈസിലി എന്നിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ആഗ്രഹത്തിൽ ജസ്റ്റ് ഹോൾഡ് ഔട്ട് ചെയ്തിട്ട് അതിനെ നിങ്ങൾ ഫീൽ ചെയ്യുക, അത് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയതായിട്ട് ഫീൽ ചെയ്യുക, എന്നിട്ട് അതിനോട് താങ്ക് യു പറയാം. ഓക്കെ, ഇത് ഒരു കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കൊണ്ടുതരും. പ്ലസ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊരു ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡിനെ കൊണ്ട് നടക്കുക. ഓൾസോ ഞാനൊരു ടാസ്ക് പോലെ തരാം. ഇന്നത്തെ ദിവസം, ഇന്നിപ്പോ ട്യൂസ്ഡേ ആണല്ലോ, അല്ലെ? നിങ്ങൾക്ക് സ്കൂളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക? സ്കൂളിൽ പോയിരുന്ന സമയത്തും നിങ്ങൾ ഇന്ന് മീറ്റ് ചെയ്യുന്ന റാൻഡം ആയിട്ട്, നിങ്ങൾ ഫോഴ്സ് ചെയ്യണം എന്നില്ല, നിങ്ങളുടെ മൈൻഡിലേക്ക് തോട്ട് വരുന്ന സമയത്ത് ഒരു 10 ആളുകളുടെ അടുത്ത് നിങ്ങൾക്ക് താങ്ക് യു പറയാം. ഓക്കെ, അത് താങ്ക് യു എന്ന വേർഡ് തന്നെ ആവണം എന്നില്ല. ഹൗ മച്ച് ദേ മീൻ ടു യു, നിങ്ങൾ പീപ്പിളിന്റെ അടുത്താണല്ലോ പറയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 10 ആളുകളുടെ അടുത്ത് അവരെ വേണമെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ,
എനിക്ക് എൻ്റെ ഫ്രണ്ട് എന്നും ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? താങ്ക് യു ട്ടോ, നീ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് അവളെ അപ്രീഷിയേറ്റ് ചെയ്യാം. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഷൂ ഇട്ടിട്ട് നമ്മുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഹായ്, നല്ല ഭംഗിയുണ്ടല്ലോ, അടിപൊളിയായി, എനിക്കിഷ്ടായി എന്നുള്ള രീതിയിൽ ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾ 10 ആളുകളിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ. അത് ജസ്റ്റ് നിങ്ങൾ അവെയർ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിൽ വിചാരിച്ചാൽ പോലെ നിങ്ങൾ പറയണം കേട്ടോ. കാരണം ആ പറയുന്ന സമയത്താണ് വേർഡ്സിലൂടെ നിങ്ങളിലുള്ള പോസിറ്റിവിറ്റി ആളുകളിലേക്ക് എത്തുന്നത്. സോ ഈ ഒരു ടാസ്ക് നിങ്ങൾ ചെയ്യുക. എന്നിട്ട് നാളെ മോർണിംഗ് എന്ത് ചെയ്യുക? നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളത് ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പം ഒരു 10 ആളുകളെ നിങ്ങൾ കൗണ്ട് ചെയ്യാം, 1 2 3 പറഞ്ഞിട്ട് കൗണ്ട് ചെയ്യാം. ഓക്കെ. സോ അത് ക്ലിയർ ആണോ ടാസ്കിന്റെ കാര്യം? ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്നൊന്ന് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേ. ഓക്കെ. ക്ലാസ് ഇല്ല അല്ലെ? ക്ലാസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിയില് ഒക്കെ ഉണ്ടാവുമല്ലോ, സറൗണ്ടിങ്സിൽ. ഫാമിലിയിലാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. ഓക്കെ. 10 ആളുകളെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഫൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് മെസ്സേജ്. ഇപ്പൊ നിങ്ങൾക്ക് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലെ? ജസ്റ്റ് മെസ്സേജ് ചെയ്യാം. ഇപ്പൊ വീട്ടിലുള്ള ആളുകൾക്ക് പറയാം, 10 തികയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മെസ്സേജ് ചെയ്യാം. ഓക്കെ. ആൻഡ് ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു ടാസ്ക് ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് ഫോക്കസ് എന്ന് പറഞ്ഞൊരു സംഭവത്തിനെ കുറിച്ചാണ്. നമ്മളിപ്പോൾ മെഡിറ്റേഷനിലൂടെയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഫോക്കസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് അല്ലെ? അതായത് ഫോക്കസ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യാം. അപ്പോഴാണ് ഫോക്കസ് ആവുക. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ മാത്രമേ ഉള്ളൂ, അത് പഠിക്കുമ്പം അത് ഫോക്കസ് അല്ല അല്ലെ? പക്ഷെ ഇപ്പൊ നമുക്ക് പഠിക്കാൻ മാത്രമല്ല ഉള്ളത്, നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ഈ ഡിസ്ട്രാക്ഷൻസിനൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്നിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. അതാണ് നമ്മുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഞാനൊരു എക്സ്പെരിമെന്റിനെ കുറിച്ച് പറഞ്ഞുതരാം. സൺലൈറ്റ്. ഓക്കെ. സൂര്യന്റെ വെളിച്ചം നമ്മളുടെ മേലേക്കൊക്കെ എത്തിയിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സൂര്യന്റെ വെയിലത്ത് നമ്മളൊരു പേപ്പർ കൊണ്ടുവച്ചാൽ ആ പേപ്പറിന് എന്തെങ്കിലും സംഭവിക്കോ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ഒരു പേപ്പർ ഞാൻ ജസ്റ്റ് വെയിലത്ത് കൊണ്ടുവച്ചാൽ എന്തെങ്കിലും സംഭവിക്കും? അതായത് നല്ല സൺലൈറ്റ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഞാൻ ഒരു പേപ്പർ കൊണ്ടുവച്ചാൽ, ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയില്ലേ? ചൂടാവും. ആ, ഓക്കെ, ചൂടാവും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്ന തോന്നുന്നുണ്ടോ? ചെറുതായിട്ട് ചൂടാകും. യെസ്, അത് ശരി. വാട്ട് ഇഫ് ഐ സേ ആ പേപ്പറിന് കത്താനുള്ള ഒരു ഇത് ഉണ്ടാവും, ചൂടാകും, അത്രയും ചൂടാകും എന്ന് പറഞ്ഞാലോ? പക്ഷെ നമ്മൾ അവിടെ സൺലൈറ്റിൽ വെറുതെ കൊണ്ട് വെച്ചത് കൊണ്ടല്ല, നമ്മളൊരു ലെൻസ് എടുക്കാം. ഓക്കെ. ലെൻസ് നമ്മൾ ഈ സൺലൈറ്റിനെ ഫുൾ ലെൻസിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഈ പേപ്പറിനെ എടുത്ത് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ ആ പേപ്പർ കത്തും. ഓക്കെ. എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും സൺലൈറ്റിന് കത്തിക്കാനുള്ള, ഒരു സാധനത്തിന് കത്തിക്കാനുള്ള ഊർജമുണ്ട്. പക്ഷെ അതിനെ നമ്മൾ ഒരു ലെൻസ് വെച്ച് ഫോക്കസ് ചെയ്ത സമയത്താണ് ആ പേപ്പർ കത്തിയത്. ഓക്കെ. നമ്മൾ വെറുതെ ഒരു സ്ഥലത്തിൽ കൊണ്ടുവച്ചപ്പോൾ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ലെൻസ് വെച്ചിട്ട് ആ ലെൻസിലേക്ക് ഫോക്കസ് ചെയ്ത സമയത്ത് ആ പേപ്പർ കത്താനുള്ള ഒരു അത്രയും ഊർജം അത് ആ സൺലൈറ്റിൽ നിന്ന് ഉണ്ടായി എന്നാണ്. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റിൽ നമുക്ക് എടുക്കാനുള്ള കാര്യം എന്താണ്?
നമ്മളുടെ ഉള്ളില്, നമ്മളുടെ ശരീരത്തില്, മൈൻഡില് ഒക്കെ അത്രയും ഊർജം കിടക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഊർജത്തിനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഒരു സംഭവത്തിലേക്ക് കൊടുക്കുമ്പോഴാണ് അതിൽ നിന്ന് നമുക്ക് റിസൾട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് നിങ്ങളിപ്പോ ഒരു സ്റ്റഡീസ് അല്ലെങ്കിൽ എക്സാം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ഫോക്കസും കൂടെ വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് അതിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, നൂറ് ലെൻസ് നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യണം എന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ടാസ്ക് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടായിരുന്നു എനിക്ക് ഫോക്കസ് എന്നുള്ള ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ ആഹ്, ഒരു റൂൾ ഉണ്ട്, 1/999 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, 1/999, അതായത് നിങ്ങൾക്കൊരു 1000 കാര്യങ്ങളുണ്ട് എന്ന് വിചാരിക്കാം. ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾക്ക് ഒരു 1000 കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, പക്ഷെ അതില് ആ ഒരു 999നെയും മാറ്റി നിർത്തിയിട്ട് ഒന്നിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒന്നില് മാക്സിമം റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ചുറ്റുമുള്ള ഡിസ്ട്രാക്ഷൻസിനൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. എന്തൊക്കെയാണ് എൻ്റെ ശ്രദ്ധ തിരിച്ച് കളിക്കുന്നത്, അതായത് എൻ്റെ ശ്രദ്ധയെ മാറ്റി നിർത്തുക, ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കാൻ എന്തൊക്കെയാണ് എൻ്റെ ചുറ്റുമുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അതിനെയൊക്കെ മാറ്റി നിർത്തി ഞാൻ എന്തിലേക്കാണ് എൻ്റെ ഫോക്കസ് കൊടുക്കേണ്ടത് അതിലേക്ക് കറക്റ്റ് കൊടുക്കും. ഓക്കെ, അതിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിങ്ങനെ പുറമെ ചെയ്തുകൊണ്ടിരിക്കുന്ന മെഡിറ്റേഷന്, സ്റ്റഡി പ്ലാന്. ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം, സ്റ്റഡി പ്ലാന് അതെല്ലാവരും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് വളരെ പേഴ്സണൽ ആയിരിക്കും, അതുകൊണ്ടാണ് എനിക്ക് മൊത്തമായിട്ട് എങ്ങനെയെന്നുള്ളത് പറഞ്ഞുതരാൻ പറ്റാത്തത്. അതായത് ഓരോരുത്തരുടെ ചാപ്റ്റേഴ്സും ഓരോരുത്തരുടെ സിലബസ് മേ ബി സെയിം ആയിരിക്കാം, പക്ഷെ പല ഡിഫറൻസസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഏതൊക്കെയാണ് കൂടുതൽ കവർ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ. അപ്പൊ നിങ്ങൾ അത് പേഴ്സണലി ഇരുന്നിട്ട് ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു സ്റ്റഡി പ്ലാന്, മെഡിറ്റേഷൻ, അതൊക്കെ നമ്മൾ പുറമേ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ മാക്സിമം ഫോക്കസിൽ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക എവിടെയാണ് ഫോക്കസ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ക്ലാസ്സിൽ ഓൾറെഡി അതിന്റെ ഒരു അവയർനെസ് കിട്ടി, നിങ്ങളുടെ മൈൻഡിൽ ആ കാര്യമുണ്ട്. ഇനി നിങ്ങൾ ഇത് ആക്ഷനിലേക്ക് എടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം. നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് അൺമ്യൂട്ട് ആൻഡ് സേ, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ പറയാം കേട്ടോ. നിങ്ങളുടെ എക്സ്പീരിയൻസുകളോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, എനിത്തിങ്. നിങ്ങൾക്ക് സെഷൻ ഒന്നുകൂടെ റീവാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത് ചെക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഒന്നും കൂടെ കാണണം എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓൾസോ ഐ വിൽ സെൻഡ് ദ ലിങ്ക് ഇൻ ദ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഞാൻ ലിങ്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, എല്ലാവരും ഹാപ്പി അല്ലേ? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ, ഹാപ്പി ആണോ? ഓക്കെ, യെസ്. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ സ്റ്റഡീസ്, എക്സാമിനും എല്ലാത്തിനും ഓൾ ദ ബെസ്റ്റ് വിഷസ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലെല്ലാം എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. സോ ദാറ്റ്സ് ഓൾ. വിൽ സീ ടുമോറോ. ബൈ.